അതായത് നമ്മുടെ കേരള സർക്കാർ ഈ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല, നിലപാടുകളും നോക്കിയിട്ടല്ല, അവരുടെ ഉള്ളിലുള്ള കലാകാരന്മാരെ നോക്കിയിട്ടാണ്. അവരുടെ ഉള്ളിലുള്ള കലാകാരന്മാർ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ടാണ്. അങ്ങനെയുള്ള കലാകാരന്മാർക്കും കലാപ്രതിഭകൾക്കും കൊടുക്കുന്ന ഒരു അവാർഡാണ്, അല്ലെങ്കിൽ ഒരു പുരസ്കാരമാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് ഇതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയ്ക്കും അതേപോലെ തന്നെ ടൊവിനോയ്ക്കും ആസിഫ് അലിക്കും ഒക്കെ അവാർഡ് കൊടുത്തത്. നമുക്കറിയാം, മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് കൊടുത്തപ്പോൾ ലസിത പാലയ്ക്കലും ഷൈനി മധുസൂദനും ഇങ്ങനെയുള്ള കുറച്ച് BJP-കളുടെ സംഘികളുടെ കൃസംഘികളുടെയൊക്കെ അടിമകളായിട്ടുള്ള കുറച്ച് ആളുകൾ പറയുകയുണ്ടായി, കാക്കമാർക്കൊക്കെയാണ് ഇത്തവണത്തെ അവാർഡ് എന്നുള്ളത്. അപ്പോൾ അതിൽ കാക്ക മാത്രമല്ല, ടൊവിനോയും ഉണ്ട് കേട്ടോ. ടൊവിനോയും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ അല്ല, ഹിന്ദു ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതിനെയൊക്കെ ഈ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചധികം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ടൊവിനോയും ആസിഫും ഒക്കെ പറയുന്നത്, ഞങ്ങൾ മമ്മൂക്കയോടൊപ്പം മത്സരിച്ചിട്ടാണ് ഈ രീതിയിലൊരു അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങൾ അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് മാറിയതെന്ന് അവർക്ക് വേണമെങ്കിൽ അഭിമാനത്തോടു കൂടി പറയാം. കാരണം അഭിമാന നിമിഷമാണ്, നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമാണ് മമ്മൂക്ക. അപ്പോൾ അവർക്ക് അവാർഡ്